നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കർക്കിടകം ഇങ്ങ് വന്നെത്തി. വരുന്ന ചൊവ്വാഴ്ച, അതായത് ജൂലൈ 16-നാണ് കർക്കിടകം. നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ മാത്രമല്ല, ജ്യോതിഷപരമായ പ്രത്യേകതകൾ കൊണ്ടും കർക്കിടക മാസം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഈ കർക്കിടക മാസത്തിൽ ദൈവാനുഗ്രഹം ഏറെയുള്ള സമയമാണ്. അതിനാൽ ഏറെ ഗുണങ്ങളും ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഈ കർക്കിടക മാസം. രാമായണ മാസമായി ആചരിക്കുന്ന ഇത് ഹൈന്ദവ വിശ്വാസ പ്രകാരം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പഞ്ഞമാസം കൂടിയാണ്. ദൈവത്തെ നമ്മൾ വളരെയേറെ അടുത്ത് എന്ന് വെച്ചാൽ ദൈവത്തിനോട് നമ്മൾ മനസ്സർപ്പിച്ചുകൊണ്ട് വളരെ പ്രാർത്ഥന നിർഭരമായി ഇരിക്കേണ്ട സമയം കൂടിയാണ് കർക്കിടക മാസം എന്ന് പറയുന്നത്. അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മളേറെ പ്രാർത്ഥിക്കേണ്ടത് വളരെ ശ്രീരാമചന്ദ്രനെ പ്രാർത്ഥിക്കേണ്ടത് വളരെ ഗുണങ്ങളൊക്കെ നൽകുന്ന സമയമാണ് ഈ കർക്കിടകത്തിൽ. അതോടൊപ്പം ദൈവാനുഗ്രഹം ഗുണകരമായി വരാൻ പോകുന്ന രാശിക്കാരുണ്ട്. അവരെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഉയർച്ച താഴ്ചകൾ എല്ലാ നക്ഷത്രക്കാർക്കും ഉണ്ട്. എങ്കിൽ പോലും ഈ കർക്കിടക മാസത്തിൽ ചില നക്ഷത്രക്കാർക്ക്, അതായത് ചില രാശിക്കാർക്ക് വളരെ ഗുണകരമായ നേട്ടങ്ങളും ഉയർച്ചയും ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് കർക്കിടക മാസം. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഗുണകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ വരാൻ പോകുന്ന 3 രാശിക്കാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ രാശി തന്നെ ഇടവം രാശിയാണ്. അപ്പോൾ ഇടവം രാശി ഇതിലെ 3 നക്ഷത്രക്കാരായ കാർത്തിക, രോഹിണി, മകയിരം നാളുകാരാണ് ഇടവം രാശിയിൽ വരുന്നത്. ഇവരുടെ ചൊവ്വ മേടൻ രാശിയിലും, ഗുരു ഇടവം രാശിയിലും, സൂര്യൻ മിഥുനം രാശിയിലും, കേതു കന്നി രാശിയിലും, ശനി കുംഭം രാശിയിലും, രാഹു മീനം രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഓരോ സമയങ്ങളിലും ഓരോ ഗ്രഹങ്ങൾ രാശി മാറി ഒക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾക്ക് ഗുണാനുഭവങ്ങൾ ഏറെക്കുറെ അനുഭവയോഗ്യമാകുന്നതും ഏറിയും കുറഞ്ഞുമൊക്കെ ഇരിക്കുന്നതും. കഴിഞ്ഞ സമയത്ത് ഇവർക്ക് ചെലവുകൾ ഏറെ ഉണ്ടായിട്ടുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറച്ച് സമയങ്ങളിൽ വരെ ധാരാളം ചെലവുകൾ, അതായത് വരവിൽ കൂടിയ ചെലവ്, അതായത് നമുക്ക് വരവ് തുച്ഛമായിരിക്കും, ചെലവോ അതിൽ കൂടുതലായിരിക്കും. നമുക്കപ്പോൾ എവിടെ നിന്ന് ഇതിനൊരു സോഴ്സ് കണ്ടെത്താൻ, അല്ലെങ്കിൽ നമ്മുടെ കടങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ചെലവുകളെ നിയന്ത്രിക്കാൻ സാധിക്കാതെ പോയ ഒരു സമയമാണ് കഴിഞ്ഞ നാളുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം തൊട്ട് ഈ കർക്കിടക സമയം വരെ അവർക്ക് നടന്നുകൊണ്ടിരുന്നത് ഈ നക്ഷത്രക്കാർക്ക്. എന്നാൽ ഈ മാസത്തിൽ ഇവർക്ക് ഏറെ നല്ല 2 വാർത്തകൾ കേൾക്കാൻ സാധിക്കുമെന്നാണ്. ശുഭകരമായ, നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് നാളായി കേൾക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന 2 വാർത്തകൾ ശുഭകരമായി നിങ്ങളുടെ കാതുകളിൽ എത്തുമെന്നാണ് ഈ കർക്കിടകം നിങ്ങൾക്ക് സൂചന നൽകുന്നത്. അപ്പോൾ നനച്ചിരിക്കാത്ത സമയത്ത് ഈ 2 ശുഭവാർത്തകൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഈ നക്ഷത്രക്കാർ. കാരണം ഒരുപാട് നിങ്ങൾ വലഞ്ഞതിൻ്റെ ഫലം, അതായത് നമ്മൾ പറയാറില്ലേ, ഒരുപാട് അവൻ കഷ്ടപ്പെട്ടു, അപ്പോൾ അവൻ ഇനിയെങ്കിലും അതിനൊരു മാറ്റം ദൈവം കൊടുക്കണമെന്ന്. അതേപോലെ നിങ്ങൾ ഈ ഒരു കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് വളരെയേറെ ദുഃഖങ്ങളും ദുരിതങ്ങളും ചെലവുകളും വിഷമങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നുപോയത്. അത് ഭഗവാൻ കണ്ടു, നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു എന്ന് തന്നെ നനച്ചോളൂ. അപ്പോൾ 2 ശുഭകരമായ വാർത്തകൾ, അത് എന്തും ആവട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ കുട്ടികളുടെ പഠിത്തമാകട്ടെ, അല്ലെങ്കിൽ മക്കളുടെ വിവാഹപ്രായം എത്തിയ മക്കളുള്ള മാതാപിതാക്കളുടെ നെഞ്ചിൽ എത്രത്തോളം തീയായിരിക്കുമെന്ന് ചിന്തിച്ചാൽ ഏത് ആളുകൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഒരുപാട് നല്ല ഒത്തിരി ആയ മക്കൾ കാണും, ഒരുപാട് ആലോചനകൾ നോക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിശ്ചയം വരെ എത്തിയിട്ട് മുടങ്ങി, അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഈ നക്ഷത്രത്തിൽ, അതായത് ഞാൻ ഈ പറഞ്ഞ 3 നക്ഷത്രക്കാർക്ക് ശുഭകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. അത് അപ്രതീക്ഷിതമായ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അതായത് നമ്മൾ ഒരുപാട് നാളായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് നടന്നു കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നിനെ കൊണ്ടും സാധ്യമാകില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് സാധ്യമായി ലഭിക്കും. മാത്രമല്ല, ഈ ഫലം കർക്കിടകം മുഴുവൻ, അതുപോലെ ചിങ്ങം പകുതി വരെ ഉണ്ടാകുന്നതാണ്. ഈ കർക്കിടക മാസം മുഴുവനും അതേപോലെ ചിങ്ങമാസം പകുതിയും നിങ്ങൾക്ക് ഈ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. അത് കഴിയുമ്പം നമ്മൾക്ക് ഒരു ഗുണം ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം പിന്നെ മുന്നോട്ട് ഉണ്ടാകുമെങ്കിൽ പോലും ഈ കർക്കിടകവും മുഴുവനുമായി, കർക്കിടകം അതേപോലെ ചിങ്ങം പകുതി വരെ നിങ്ങൾക്ക് വളരെ നല്ല സമയമാണ്. അതുപോലെ തൊഴിൽ രംഗത്ത് വളരെ ഉയർച്ചയുണ്ടാകും. ഗൃഹാന്തരീക്ഷം ഏറെ സന്തോഷകരമാകും. കാരണം ഗൃഹത്തിൽ നല്ല മംഗളകർമ്മങ്ങൾ നടക്കുമ്പോൾ സന്തോഷമല്ലേ വരേണ്ടത്. അപ്പോൾ അങ്ങനെ സന്തോഷിക്കാനാകുമെന്നാണ് പറഞ്ഞു വരുന്നത്. വിവാഹത്തിന് ഒരുങ്ങുന്നവർക്കൊക്കെ പ്രാപ്തി ഉണ്ടാവും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള വിവാഹം, ആഗ്രഹിച്ച രീതിയിൽ ഏതൊരു മക്കളുടെ വിവാഹം നല്ല രീതിയിൽ നടത്തണമെന്ന്, അല്ലെങ്കിൽ ആർഭാടപൂർണ്ണമായി നടത്തണമെന്ന് ഏതൊരു പിതാവിനും അല്ലെങ്കിൽ മാതാവിനും ഉള്ളതാണ്, ആഗ്രഹമാണ്.
ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് തങ്ങളുടെ മക്കളുടെ വിവാഹം കണ്ണിറഞ്ഞ് കാണണമെന്ന്, ആഭരണങ്ങളോട് കൂടി ആ മകൾ അല്ലെങ്കിൽ ആ മകൻ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണണമെന്ന്, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന ഒരു സമയം കൂടിയാണ് ഈ കർക്കിടക മാസം. മനസ്സിനിണങ്ങിയ ആലോചനകളും വിവാഹത്തിനും നോക്കുന്ന മക്കൾക്ക് വിവാഹം നോക്കുന്ന മാതാപിതാക്കൾക്ക് സന്തോഷകരമായ വാർത്തകളൊക്കെ ശ്രവിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഈ കർക്കിടക മാസം. അടുത്തത് മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർ വരുന്ന ചിങ്ങം രാശിയാണ്. ഇവർക്ക് ഇതുവരെയുള്ള മാനസിക ഭയം നീങ്ങിക്കിട്ടും. അതായത് മാനസികമായി കാരണമില്ലാത്ത ഭയങ്ങളായിരിക്കും. കാരണം നമ്മൾക്കറിയാം, നമ്മളത് വേറൊരാളോട് പറഞ്ഞാൽ അയാൾക്ക് വെറും അതൊരു തമാശയായി തോന്നുന്ന ചില കാര്യങ്ങൾ നമ്മൾക്കത് ഭയമായി മാറും. അങ്ങനെ മാറി ആങ്സൈറ്റി അല്ലെങ്കിൽ അത് വേറൊരു പല തലങ്ങളിലേക്ക് പോകും. അനാവശ്യ ചിന്തകളിലേക്ക് നമ്മൾ ചെന്നെത്തുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾ ഒക്കെ മാറി നിങ്ങൾക്ക് ആ മാനസികമായ ഒരു ഭയമൊക്കെ നീങ്ങിക്കിട്ടുന്ന ഒരു സമയമാണ്. ശോകമൂകമായ ഒരു അവസ്ഥ നിങ്ങളിൽ നിന്ന് വിട്ടുപോകും. കാരണമില്ല, മറ്റൊരാൾക്ക് നമ്മൾ പറയുന്ന ആ കാരണം അയാൾക്ക് ഇത് ഈ കാര്യത്തിനാണോ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്ന ഒരു കാരണമാണെങ്കിൽ പോലും നമ്മൾ അകാരണമായിട്ടുള്ള ഭയത്തിലേക്കൊക്കെ മാറി ശോകമൂഹമായി. ചില ആളുകളുണ്ട് ഭയങ്കര വായാടികൾ എന്ന് നമ്മൾ പറയാറില്ലേ, അങ്ങനെ ഉണ്ടായിരുന്ന ആളുകൾ പെട്ടെന്ന് ആകെ ഒരു സൈലന്റ് ആയ ഒരു അവസ്ഥയിലോട്ടൊക്കെ പോയിട്ടുള്ള ചില ആളുകളുണ്ട്. കാരണമൊന്നുമില്ല, ഒരു ഭയം, എന്തോ ചില മരണഭയമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭയം, മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഓർത്തുള്ള ഭയമായിരിക്കും, അല്ലെങ്കിൽ ജോലിയിൽ ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടായി, അതിന് എങ്ങനെ പോകും, ഞാൻ ഇനി 4 പേരുടെ മുന്നിൽ എങ്ങനെ ഇറങ്ങും, അങ്ങനെയൊക്കെ പല ഭയങ്ങൾ ഉണ്ടായിരുന്നു. ആ ഭയമൊക്കെ മാറി ആ ശോകമൂകമായ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം കിട്ടാൻ പോകുന്ന സമയമാണ് കർക്കിടക മാസത്തിൽ വരാൻ പോകുന്നത്. മനസ്സിനും ശരീരത്തിനും ശുദ്ധ ഫലങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. കാരണം മനസ്സിൻ്റെ ആ ഒരു ശുദ്ധത, അല്ലെങ്കിൽ ശുദ്ധതയെന്നല്ല, മനസ്സിനൊരു വിഷമം വന്നാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ ബോഡിയെ അഫക്റ്റ് ചെയ്യും. കാരണം മനസ്സും ശരീരം അത്രത്തോളം അത് ആ അടുത്തുള്ള കാര്യങ്ങളാണ്. അത് നമുക്കൊരു മനസ്സിന് വിഷമം വന്നാൽ നമ്മൾ പറയില്ല, നമുക്ക് മനസ്സിന് വിഷമമുണ്ടെങ്കിൽ ചിരിക്കാൻ നമുക്ക് സാധിക്കില്ല, അത് മുഖത്ത് പ്രതിഫലിക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് അറിയാം, വായിച്ചെടുക്കാൻ സാധിക്കും ഇവൻ എന്തോ വിഷമത്തിൽ അഴലുകയാണ് അല്ലെങ്കിൽ വിഷമത്താൽ വലയുകയാണെന്ന്. നമ്മളോട് ചിലവർ ചോദിക്കാറുമുണ്ട്, എന്തുകൊണ്ട് നിന്റെ മനസ്സിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്ന്. അപ്പോൾ അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് തന്നെ നിങ്ങൾ കരുതിക്കൊള്ളൂ. തൊട്ട കാര്യങ്ങൾ അബദ്ധമായി വന്നിരുന്ന കാര്യത്തിൽ നിന്ന് നേരെ മറിച്ച് ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. അതായത് എന്ത് ചെന്ന് പിടിച്ചു കഴിഞ്ഞാലും നീ ഒരു ശനി പിടിച്ചവനാണല്ലോടാ എന്ന് തന്നെ മറ്റുള്ളവർ നമ്മളെ ഒരു ടാഗ് ചെയ്ത് അവരെ നിർത്തുകയാണ്. കാരണം ഒരു ടൈറ്റിൽ വന്നേക്കും, അവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നൊരു പറഞ്ഞിരുന്ന ആ അവസ്ഥയിൽ നിന്ന് മാറി നേരെ തിരിച്ച് ഒരു അവസ്ഥയിലേക്ക്, കാരണം അവൻ എന്ത് തൊട്ടാലും പൊന്നാകുന്ന ഒരു അവസ്ഥയിലോട്ടാണ് നിങ്ങൾ ഇനി വരാൻ പോകുന്നത്. അത് നന്നായി വരും. ദമ്പതികൾക്ക് വളരെ നല്ല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വളരെ നല്ല ഊർജവും ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അതേപോലെ തന്നെ കർമ്മ മേഖല നന്നായി, നമ്മൾ ഏത് മേഖലയിലാണോ കർമ്മം ചെയ്യുന്നത് ആ മേഖല വളരെ ശുഭകരമായി വരും. സ്ഥിര വരുമാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ജോലി സ്ഥലത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒക്കെ നീങ്ങി കിട്ടുകയും ചെയ്യും. അത് ജോലി സ്ഥലത്ത് ചിലപ്പോൾ സാലറി സംബന്ധമായ പ്രശ്നം കാണും, അല്ലെങ്കിൽ ചില നമ്മുടെ കൊളീഗ്സ്, അത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ മുഖേന നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ്. അതേപോലെ വ്യാപാര മേഖല, ബിസിനസ്സുമായി ബന്ധപ്പെട്ടവർക്ക് ലാഭ സാഹചര്യങ്ങൾ വളരെ ഉണ്ടാകും. വിദേശ യാത്രാ ഭാഗ്യവും ഉന്നത സ്ഥാനപ്രാപ്തിയും ഒക്കെ ഉണ്ടാകും. എന്നാൽ നാം ശ്രമിക്കാനുള്ളത് ശ്രമിക്കുക തന്നെ വേണം. എപ്പോഴും പറയുന്നതാണ്, താൻ പാതി ദൈവം പാതി. നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മൾ ചെയ്യണം. അല്ലാതെ എനിക്ക് ഭാഗ്യമുണ്ട്, ഞാനിങ്ങനെ കാലം നീട്ടിയിരുന്നാൽ എനിക്ക് ഭാഗ്യം വരുമെന്നല്ല. നമ്മൾ ചെയ്യാനുള്ള പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ ഭഗവാൻ അത് ഭാഗ്യമായി നിങ്ങൾക്ക് അനുഭവയോഗ്യമാക്കി തരുന്നതും ആയിരിക്കും. അടുത്തത് വൃശ്ചികം രാശിയിലെ വിശാഖം, അനിഴം, തൃക്കേട്ട നാളുകാരാണ്. ഇവരുടെ ഗൃഹത്തിലും ജോലിസ്ഥലത്തുമുള്ള തർക്കങ്ങളൊക്കെ നീങ്ങിക്കിട്ടും. ഗൃഹത്തിലും അകാരണമായ തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവർ തന്നെ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ പോലും ഇവരെന്തെങ്കിലും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ എത്തിയിട്ടുള്ളതൊക്കെ മാറിക്കിട്ടും. സാമ്പത്തികമായി ഏറെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായി ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്നു, ആ അവസ്ഥയിൽ നിന്ന് മോചനം കിട്ടുന്നു. കാരണം എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ കടം വാങ്ങിക്കാൻ ഇനി ആരുമില്ല. ചുറ്റുപാട് ഒരു പഞ്ചായത്തിലുള്ള ആളുകളുടെ നിന്ന് എല്ലാം കടം വാങ്ങിച്ച് തലവഴി ഉണ്ടിട്ടുകൊണ്ട് നടക്കുന്ന അവസ്ഥയിൽ പോലും എത്തി നിങ്ങൾ. ആ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം ലഭിക്കുകയാണ്. ബാങ്കിലെ ലോണുകളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ മകളുടെ കല്യാണത്തിന് ലോണുകളൊക്കെ പാസ്സാക്കാൻ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇത് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിന്നിരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തടസ്സമായി നിന്നിരുന്നതൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും. ജോലിക്ക് വേണ്ടി ശ്രമിച്ചോളൂ. ഉയർച്ചയുണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് വിട്ടകന്നു മാറിയൊക്കെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ലഭിക്കാൻ പോകുന്ന ഒരു സമയമാണ്. കൂടാതെ ഈ കൂറുകാർക്ക് ഈ മാസം ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. കർക്കിടക മാസത്തിലുള്ള കാര്യമാണ് പറയുന്നത്. കർക്കിടകം പകുതിയോടെ തന്നെ അവിചാരിതമായ ധനലാഭം ഉണ്ടാകും. സാമ്പത്തിക പിരിമുറുക്കം ഇതിനാൽ തന്നെ നിങ്ങൾക്ക് അവസാനിക്കും.
ചെയ്യും. കാരണം ധനപരമായ മാർഗങ്ങൾ നമ്മളിലേക്ക് തുറന്നു വരികയാണെങ്കിൽ പിന്നെ സാമ്പത്തിക പിരിമുറുക്കത്തിൻ്റെ ആവശ്യം തന്നെ നമ്മൾക്ക് വരുന്നില്ല. ഇത് വലിയ രീതിയിൽ നിങ്ങൾക്ക് ഗുണകരമായി തന്നെ ഭവിക്കും. ചന്ദ്രൻ കർക്കിടകം, ചിങ്ങം, കന്നി രാശികളിലൂടെ സഞ്ചരിക്കുന്നതിനാൽ സമാധാനം ഉണ്ടാവും. സമാധാനം, സാമ്പത്തികമായി പരാധീനത അനുഭവിച്ചിരുന്നവർക്ക് സമാധാനം ലഭിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോളൂ, സാമ്പത്തികമായി നമ്മളിലേക്ക് ഗുണങ്ങൾ ഏറിയ തോതിൽ നമ്മളിലേക്ക് ഗുണങ്ങൾ എത്തുന്ന ഒരു സമയം കൂടിയാണ്. കുടുംബത്തിൽ സന്തോഷം തിരികെ വരും. ആരോഗ്യം പ്രശ്നങ്ങളും അകലും. കുടുംബത്തിൽ സന്തോഷം തിരികെ വരണമെങ്കിൽ തന്നെ സാമ്പത്തികമായി നമ്മളിലേക്ക് പണം എത്തുമ്പോഴാണ് സന്തോഷവും സമാധാനവും ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓരോ മനുഷ്യരിലേക്കും എത്തുന്നത്. സമ്പത്തില്ലാതെ വരുമ്പോൾ തന്നെ നമ്മൾക്ക് കാരണമായ അസുഖങ്ങൾ ഒക്കെ തന്നെ, കാരണം ടെൻഷൻ അടിക്കുമ്പോൾ തന്നെ ശരീരത്തിൻ്റെ പകുതി മുക്കാൽ, ശരീരം എന്ന് പറയുന്ന ഒരു യന്ത്രം തന്നെയല്ലേ, അതിൻ്റെ പ്രവർത്തനങ്ങൾ, നമ്മളുടെ മനസ്സ് ടെൻഷൻ ആകുമ്പോൾ തന്നെ ശരീരവും ഓരോ അവയവങ്ങളിലേക്കും പമ്പ് ചെയ്യുന്ന ഒരു ഊർജ്ജം തന്നെ നഷ്ടപ്പെട്ട് അതും പണിമുടക്കിലേക്ക് പോകും. അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെയാണ് നിങ്ങൾ ഇരുന്നത്. കാരണം അസുഖവും ഇല്ല, ഉണ്ടാക്കി വെക്കുന്ന ടെൻഷൻ കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. അങ്ങനെ മരുന്നൊക്കെ കഴിച്ചിരുന്നവർക്ക് ഒക്കെ ഒരു ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് സമാധാനവും സന്തോഷവും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. അങ്ങനെ എത്തുന്ന ഒരു സമയമാണ്. അത് ഭഗവാൻ തന്നെ നിങ്ങൾക്ക് വഴികാട്ടിയായി എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്ന സമയമാണ്. എങ്കിൽ പോലും താൻ പാതി ദൈവം പാതി എന്ന് പറയുകയാണ്. ഭഗവാനെ പ്രാർത്ഥിക്കുക, നമ്മൾ ചെയ്യേണ്ടുന്ന കർമ്മം നമ്മൾ ചെയ്യുക, നമ്മൾ വെടിപ്പായി കാര്യങ്ങൾ ചെയ്യുക, ബാക്കി ഭഗവാൻ നോക്കിക്കോളും. അകാരണമായ ടെൻഷനൊക്കെ അടിച്ചിരുന്നവർക്ക് വളരെ സമാധാനമായ ഒരു സമയമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഏവർക്കും നല്ല സമയമാണ് വരേണ്ടത് എന്ന് തന്നെയാണ് നമ്മൾ ഓരോ മനുഷ്യരും നമുക്ക് നല്ല സമയം വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എങ്കിൽ പോലും ചില മാസങ്ങളിൽ ചില നക്ഷത്രക്കാർക്ക് ഫലങ്ങൾ ഏറിയിരിക്കും, മറ്റവർക്ക് ഇച്ചിരി കുറവായിരിക്കും. അപ്പോൾ ഈ കർക്കിടക മാസമാണ് വരാൻ പോകുന്നത്. ആ സമയം ഫല ഗുണങ്ങൾ ഏറെ കൂടുതലായി ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. എല്ലാവരും സന്തോഷമായിരിക്കും. മഴക്കാലമാണ്. ആരോഗ്യപരമായ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മാസ്ക് ഒക്കെ ഇടുക, പുറത്തേക്ക് പോകുമ്പോൾ മഴയൊന്നും നനയാതിരിക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് അസുഖം വരത്തില്ല, നല്ല സമയമാണെന്നൊന്നും പറഞ്ഞ് പലതിനും തള്ളിക്കളയാതിരിക്കുക. നമ്മുടെ ഹെൽത്താണ് നമ്മുടെ വെൽത്ത്. ബാക്കിയെല്ലാം ഭഗവാൻ നൽകുന്നതാണ്. ഭഗവാനെ പ്രാർത്ഥിക്കുക. എനിക്ക് എപ്പോഴും ഓരോ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്, ഈ ലോകത്ത് ഒന്നും ശാശ്വതമല്ല, പക്ഷെ ഭഗവാൻ അത് ശാശ്വതമായ സത്യമാണ്. അത് വിശ്വസിക്കുന്നവർക്ക് അത് അനുകൂലമായ അല്ലെങ്കിൽ അത് അനുഭൂതി നൽകുന്ന ഒരു സത്യമാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ മുറുകെ പിടിച്ചോളൂ. ഏവർക്കും നല്ലൊരു സമയം ഉണ്ടാകട്ടെ. എനിക്കും നല്ലൊരു സമയം ഉണ്ടാകട്ടെ. നിങ്ങളിലേക്ക് അറിവുകൾ എത്തിക്കുന്നതിന് എന്നെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.